സുരേഷ് ഗോപി കളിക്കുന്ന പോലീസുകാർ സേനയ്ക്ക് ആവശ്യമില്ലെന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. വിദ്യാനഗറിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 35ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ജനസേവകരായ പോലീസ് സംവിധാനവും രാഷ്ട്രീയവും ജനജീവിതത്തെ മുൻവിധിയോടെ കാണേണ്ടവരല്ല. ജനങ്ങൾക്ക് പോലീസിനോടുള്ള പേടി നഷ്ടപ്പെട്ടാൽ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കും. പോലീസുകാരായവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും പോലീസ് യൂണിഫോം അണിഞ്ഞവർക്ക് രാഷ്ട്രീയമോ രാഷ്ട്രീയ സ്വാധീനമോ പാടില്ലെന്നും പറഞ്ഞ സ്പീക്കർ സുരേഷ് ഗോപി കളിക്കുന്ന പോലീസുകാർ സേനയ്ക്ക് ആവശ്യമില്ലെന്നും വ്യക്തമാക്കി. വിദ്യാനഗർ ചെട്ടുംകുഴിയിലെ റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 35ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസും ഒപ്പം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പോലീസിന് ടൈം സ്പാൻ ഇല്ല. റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് പോലീസ്. അതുപോലെ തന്നെ നമ്മളും റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. 24/7 നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ. അതുപോലെ 24/7 നിന്ന് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് പോലീസ്. അപ്പം നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെയാണ്. അതിൽ നമ്മൾ രണ്ടുപേരും പാലിക്കേണ്ട ചില മര്യാദകൾ അത് തീർച്ചയായും പാലിച്ചു പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പോലീസ് ജനങ്ങളുടെ രക്ഷകന്മാരാണ്. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. പോലീസിനെ കണ്ട പോറ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയ എന്താണ്? അതുകൊണ്ട് പോലീസ് ഫോഴ്സ് ശക്തമായ രീതിയിൽ ആക്ട് ചെയ്തു പോകാൻ സാധിക്കും. പോലീസിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം. പക്ഷെ കാക്കി നിങ്ങളുടെ മേലിൽ വന്നാൽ ആ തൊപ്പിയും ആ കാക്കി ഡ്രസ്സും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ അൺബയാസ്ഡ് നിഷ്പക്ഷനായ ഒരു പേഴ്സണാണ്. ഒരു തരത്തിലും അതിന്റെ സ്വാധീനം നിങ്ങളുടെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. പൗരാവകാശം പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാലിക്കുവാനും ഓരോ പോലീസുകാരനും തയ്യാറാകണം. പോലീസ് സ്റ്റേഷനുകളിലെ SHOമാരായി CIമാർ മാറിയപ്പോൾ SIമാർ വേണ്ടത്ര ഊർജിതമായി പ്രവർത്തിക്കുന്നില്ല. കയ്യടി നേടാൻ വേണ്ടി ഒരു പോലീസുകാരനും പ്രവർത്തിക്കേണ്ടതില്ലെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ സ്പീക്കർ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേന കേരളത്തിൻ്റെതാണെന്നതും എടുത്തു പറഞ്ഞു. സാധാരണ ഒരു സ്റ്റേഷനിൽ ഒരു പുതിയ SI വന്ന് നമുക്ക് അറിയില്ല. കാരണം അതെല്ലാം നമുക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ലോക്കലായിട്ട് ആൾക്കാരുടെ കച്ചവടം നമുക്ക് പറയും. ഇപ്പൊ എത്ര SIമാരെ ജനം അറിയുന്നത്? സ്റ്റേഷനകത്ത് SHOമാരെ CIമാർ മാറിയപ്പോൾ, ഇൻസ്പെക്ടർമാർ മാറിയപ്പോൾ പല SIമാരും വേണ്ടത്തിൽ ആക്ട് ചെയ്യുന്നില്ല. SIമാർ സബ് ഇൻസ്പെക്ടർമാരാണ്. അവർ കൃത്യമായി ആക്ട് ചെയ്ത് ഓഫീസേഴ്സ് അസോസിയേഷനാണ്. ഓഫീസർമാർ കൃത്യമായി ആക്ട് ചെയ്തു എന്നല്ലേ ഉണ്ടാവും. നാടിനകത്ത് റൂൾ ഓഫ് ദ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ കൃത്യമായി അതിനകത്ത് പോലീസ് ഓഫീസർമാർ ഇടപെടണം എന്ന് വിചാരിച്ച് നാളെ സുരേഷ് ഗോപി ഒരിക്കലല്ല സിനിമ കണ്ട് ആവേശത്തിന് നടക്കാൻ, മറിച്ച് കൃത്യമായ ഓരോ പ്രദേശത്തും സജീവമായി ഇടപെട്ടു പോകുന്നില്ല നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. രാവിലെ നഗരിയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും ഇൻസ്പെക്ടറുമായ P. അജിത് കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. പൊതുസമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ P. നളിനാക്ഷൻ അധ്യക്ഷനായി. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ദാസൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ, കാസർഗോഡ് അഡീഷണൽ SP P. ബാലകൃഷ്ണൻ നായർ, KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP. മഹേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി EV. പ്രദീപൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M. സദാശിവൻ, ജില്ലാ സെക്രട്ടറി AP. സുരേഷ്, ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ഗിരീഷ് ബാബു, മുൻ ജില്ലാ പ്രസിഡന്റും DYSPയുമായ B. ഉണ്ണികൃഷ്ണൻ, DVSPമാരായ M. സുനിൽകുമാർ, CBK തോമസ് എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി കൺവീനർ K. അജിത സ്വാഗതവും KPOA ജോയിന്റ് സെക്രട്ടറി KPV. രാജീവൻ നന്ദിയും പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനം നോർത്ത് സോൺ AGP രാജ്പാൽ മീണ IPS ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി CV. വിജയഭാരത് റെഡ്ഡി IPS മുഖ്യാതിഥിയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി K. നായർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P. രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ VT. സുഭാഷ് ചന്ദ്രൻ 2024-25 വർഷത്തെ വരവ് ചെലവ് കണക്കും ഓഡിറ്റ് കമ്മിറ്റി അംഗം M. മഹേന്ദ്രൻ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK. രതീശൻ പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P. രവീന്ദ്രൻ സ്വാഗതവും സംഘടക സമിതി വൈസ് ചെയർമാൻ T. തമ്പാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.